അർജുനൻ ഭഗവാനോട് ചോദിച്ചു. അജ്ഞാനത്തിന്റെ കടിയേറ്റ് ഇരുൾ മൂടിയ ഇന്ദ്രിയങ്ങൾ കൊണ്ട് എനിക്ക് പ്രപഞ്ചത്തിന്റെ യാഥാർത്ഥ്യം ഗ്രഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവിടുത്തെ വാക്കുകളിൽ ഉദിച്ച സൂര്യൻ എന്നിലെ അജ്ഞാനത്തിന്റെ കൂരിരുട്ടിനെ ദൂരീകരിച്ചിരിക്കുന്നു. ജീവികളുടെ ഉൽപ്പത്തി വിനാശങ്ങളുടെ കാരണം അവിടുന്നാണെന്ന് എനിക്ക് ബോധ്യമായി. അവിടുത്തെ മഹാത്മ്യവും ഞാൻ ധരിച്ചു. എല്ലാം ഉൾക്കൊള്ളുന്ന അങ്ങയുടെ വിശ്വരൂപം കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് കാണാൻ ഞാൻ യോഗ്യനും അർഹനുമാണ് എങ്കിൽ അവിടുന്ന് അതെന്നെ കാണിച്ചു തന്നാലും. ശ്രീ ഭഗവാൻ അപ്പോൾ ഇപ്രകാരം മറുപടി പറഞ്ഞു. ഹേ അർജുന, കോടിക്കണക്കിന് വൈവിധ്യവും നാനാത്വവുമുള്ള എൻ്റെ രൂപം നീ കാണുക. സാധാരണ കണ്ണുകൾ കൊണ്ട് എൻ്റെ ഐശ്വര്യമായ രൂപം കാണാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഞാൻ നിനക്ക് ദിവ്യമായ ചക്ഷുസുകൾ നൽകാം. ഇപ്രകാരം പറഞ്ഞിട്ട് മഹായോഗേശ്വരനായ കൃഷ്ണൻ തൻ്റെ ഐശ്വര്യമായ രൂപം അർജുനന് കാട്ടിക്കൊടുത്തു. അസംഖ്യം ബ്രഹ്മാണ്ടങ്ങൾ ചുടലം ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാപ്രപഞ്ചം കൃഷ്ണനിൽ വിടർന്നു കുലച്ച് വികസിച്ചു നിൽക്കുന്നത് അർജുനൻ കണ്ടു. 12 ആദിത്യന്മാരെയും 11 രുദ്രന്മാരെയും 8 വസുക്കളെയും 7 മരുത്തുകളെയും 2 അശ്വിനി ദേവന്മാരെയും അർജുനൻ ദർശിച്ചു. കത്തിജ്വലിക്കുന്ന മറ്റനേകം ആശ്ചര്യങ്ങളും ഭഗവാനിൽ അർജുനൻ കണ്ടു. വെളിച്ചത്തിന്റെ ദീപ്തിരേണുക്കൾ പ്രസരിക്കുന്ന അനേകം കണ്ണുകൾ ഭഗവാന്റെ അസംഖ്യമായ മുഖങ്ങളിൽ മിന്നിക്കൊണ്ടിരുന്നു. തിരുവയ്യിൽ എണ്ണമില്ലാത്ത ആഭരണങ്ങൾ ചാർത്തിയിരിക്കുന്നു. തൃക്കൈയുകളിൽ ഉയർത്തിപ്പിടിച്ച ആയുധങ്ങൾ തിളങ്ങുന്നു. ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പൂമാലകൾ ചാർത്തിയിരിക്കുന്നു. ശരീരത്തിലെമ്പാടും പൂശിയിരിക്കുന്ന അനുലേപനങ്ങളിൽ നിന്ന് ദിവ്യമായ ഗന്ധം വമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരേ സമയത്ത് ഒരിടത്ത് 1000 സൂര്യന്മാർ ഒന്നിച്ചുദിച്ചാൽ ഉണ്ടാകുന്നത്ര ദിവ്യമായ പ്രഭ ഭഗവാന്റെ ശരീരം നാലുപാടും വിതറിക്കൊണ്ടിരിക്കുന്നു. അജ്ഞാതമായ അനന്തതകളുടെ വിദൂര സ്ഥലികളിൽ സ്ഥിതി ചെയ്യുന്ന സത്യങ്ങളുടെ നിത്യവിസ്മയങ്ങൾ ഭഗവാനിൽ പ്രത്യക്ഷമായി അർജുനൻ കണ്ടു. ജീവിവർഗങ്ങളിൽ ചിന്നിച്ചിതറിക്കിടക്കുന്ന ഭഗവാന്റെ ചൈതന്യാംശങ്ങളുടെ മൂലഘനത ഭഗവാന്റെ ഹൃദയത്തിൽ തിളങ്ങുന്നത് കണ്ട് അർജുനൻ രോമഹർഷത്തിൽ മുങ്ങി അത്ഭുതത്താൽ ശ്വാസം മുട്ടി. പ്രപഞ്ചങ്ങളുടെ എല്ലാം പരമപ്രഭുവിന്റെ സമഷ്ടി രൂപത്തെ കൈകൂപ്പി പ്രണമിച്ചു.